എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുളിക്കൽ, അതായത് പുളിക്കലിനല്ല, അതായത് പുറത്തൂർ ബോട്ട് ചട്ടി ഭാഗത്താണ്. എന്താണ് പുളിക്കൽ ലക്ഷ്മണത്തിൻ്റെ വീട്ടിലപ്പോൾ ഉള്ളത്. ഈ പുളിക്കൽ വർഗ്ഗക്കാർ എന്താണ് മറ്റേ പുളിക്കൽ വീട്ടുപേരുള്ള പിന്നെ അവിടെ ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. ഇത് ആ വീടല്ല, വേറെ വീടാണ്. അപ്പോൾ നമ്മളെ ബോട്ട് ചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ കണ്ടില്ല, എന്തിനാ വന്നിരുന്നത്, ഞണ്ടിനെ പിടിക്കാനല്ല, ഞണ്ട് മീനൊക്കെ പിടിക്കാൻ തൊട്ടടുത്ത് തന്നെയാണ് പുഴ. തിരുവൂർപ്പുഴ എങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ട് എൻ്റെ എത്താനായി. ഇവിടെ നമ്മൾ പുറത്തൂർ ലാസ്റ്റാണ്, ഇവിടെ വന്നിട്ട് ഇത് അവസാനിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഞാവൽ മരങ്ങളുണ്ടല്ലേ അങ്ങോട്ടൊക്കെ. പിന്നെ നല്ല അസല് ഞണ്ട് കിട്ടും. അപ്പോൾ ഞണ്ട് ഇട്ടുള്ള ആൾക്കാർ, ഞണ്ട് വേണ്ട ആൾക്കാർ ബോട്ട് ചട്ടിയെ സമീപിക്കുക അല്ല, പുറത്തൊരു ബോട്ട് ചട്ടി കിട്ടാം. അപ്പോൾ പുഴമീനും ഉണ്ട്, നല്ല പുഴമീനും കിട്ടും. എൻ്റെ ഏട്ടനാട്ടോ പേര് പിന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ലക്ഷ്മേട്ടൻ്റെ വീട്ടിലപ്പോൾ ഉള്ളത്. ഇവിടുത്തെ നമ്മൾ വെച്ചാൽ നല്ല മഴയാണ്, ഇത് അസല് നല്ല മഴയാണ്. പിന്നെ ആ മറ്റേ എന്താണ് കൃഷിച്ചിങ്കൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് മറ്റേ ഡാൻസൊക്കെ ആടിയിട്ട് ഇവിടെ മഴ പെയ്തതാണ്. ഇതുവരെ മഴ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല മഴ. ഞാൻ തിരൂരിൽ വരെയാണ്. തിരൂരിൽ വരുമ്പോൾ തിരൂർ മഴ ഉണ്ട്, അതേസമയം അവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഇങ്ങോട്ട് മഴ ഇല്ല. പിന്നെ ഇവിടെ എത്താൻ നേരത്തെ നല്ല മഴയാണ്. അപ്പോൾ ആ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൾ വന്നിട്ടുള്ളത് ഇവരെ അടുക്കളയിൽ ഒരു കബോർഡൊക്കെ ഉണ്ട് താഴത്ത്. ആ നമ്മളെ ഒരു തിണ്ടൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ അടിയിലുള്ളത്. അപ്പോൾ ആ അടിയിൽ ആ കബോർഡിൻ്റെ ഉള്ളിൽ ഒരു ചട്ടിൻ്റെ സൈഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ വീടാണ്, നമ്മളെ സ്വന്തം സ്ഥലമാണ്, നമ്മൾ എന്ന് സാധനങ്ങൾ എടുക്കുന്ന സ്ഥലമാണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊന്ന് കൈയിട്ടെടുക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കറിൻ്റെ ചട്ടി. ആ ചട്ടി ഇരിക്കുന്നതിൻ്റെ സൈഡിലാണ് ആളുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട എന്നും പറയും, സമയമാണ് എന്നാൽ ഒഴിവാക്കരുത്. അപ്പോൾ നമ്മളെ റെസ്ക്യൂക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എവിടെ നമ്മളെ ഹെൽപ്പർമാരൊക്കെ ഇവിടെ നമ്മളെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും പാമ്പിനെ കാണാൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എനിക്ക് പാമ്പിനെ പിടിക്കാൻ ആരും ഹെൽപ്പ് വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാറി നിന്നിട്ട് ഇവിടെ മഴ കണ്ടെന്നുള്ളി ഞങ്ങൾ പാമ്പിനെ പിടിച്ചിട്ട് തരാം. എടാ മാറി ആയിട്ടുണ്ട് വാ. പുറത്താണ് മഴ. ആരത്തിന് കൂടുതൽ മഴ ഉണ്ട് ഇല്ല. അതിനെടുക്കാം ഞാൻ അത് വീഡിയോയിൽ വെച്ച് അങ്ങോട്ട്. അപ്പൊ നമ്മളെ ഇന്നത്തെ ക്യാമറമാനാണ് നമ്മളെ ചങ്കാണ്, നമ്മളെ ഇപ്പോഴാണ് മതി, നമ്മളെ ഉറ്റ സ്നേഹിതരാണ്, നമ്മൾ കളിക്കൂട്ടുകാരാണ്. ഞാൻ ടൂർണമെന്റ് ഒക്കെ നടത്തുമ്പോൾ തോക്കാനായിട്ട് ഇവരെ ടീമിന് സൂര്യ ടീമല്ല സൂര്യ ക്ലബ്ബ് ഇവരെ ടീമിനെ വിളിച്ചോണ്ട് തോക്കാനും വേണ്ടിയിട്ട് 15 രൂപ ഗ്രൗണ്ട് ഫീ ആണ്. 15 രൂപ തരാണ്ട്. അപ്പൊ എന്താ പറയാ, നമ്മളെ ഫ്രണ്ടിന്റെ വീടാട്ടോ അല്ലേ, എന്താ ദീപ, എൻ്റെ പേര് ഷീബന്റെ വീടാണ്. അപ്പോൾ നമ്മൾ പുറത്തൂർ കാവിലക്കാടുള്ള നമ്മളെ ചങ്കളോട് പ്രത്യേകം പറയാണ്, ഷീബന്റെ വീട്ടിൽ പാമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഗസ്റ്റ് നമ്മളിതിനെ നോക്കാനിരുത്തിയാണ്. പിന്നെ നമ്മള് ഫുള്ള് സുഹൃത്തുക്കളാണ്. നമ്മള് എന്താ പറയുക കൂടെ പഠിച്ചവരും കൂടെ എന്താ പറയുക കളിച്ച് വളർന്നവരൊക്കെയാണ്. പിന്നെ അപ്പൊ നമ്മൾ ആളിരിക്കുന്നത് ഇതാ ഇവരെ ആ ഒരു തലക്കലുള്ള. അപ്പോൾ ആ തലക്കിലുള്ള ആ ഒരു സുനാമിൻ്റെ ഉള്ളിലാണ് നമ്മളെ കുട്ടപ്പ ഇരിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത് കിച്ചണാണ്, സിങ്ക്, നമ്മൾ പാത്രം കഴുകാൻ വരുന്ന എപ്പോഴും, അതായത് അനഞ്ഞ പാത്രം, അതായത് കൈയൊന്ന് ചെറിയൊരു ഇതാവുമ്പോഴത്തിന് വന്ന് കഴുകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ആയാലും നോക്കിയ ആളിരിക്കുന്നത് കറക്റ്റ് ആ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതായത് ഇങ്ങനെ ചാരിയിരിക്കണുള്ളത് ചിലപ്പോൾ തുറന്നിട്ടാ എല്ലാം തുറക്കാതൊക്കെ വെക്കും. എന്തായാലും എന്താ പറയുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയാ കണ്ടത്, എവിടെ നിന്റെ എവിടെ പാമ്പിനെ ഇത് നമ്മളെ പാമ്പിന്റെ മുതലാളിയാണ്. മറ്റേ കരുണാകരന്റെ ഒക്കെ കുടുംബക്കാരാണ്. നമസ്കാരം. അപ്പൊ എങ്ങനെ സംഭവം ഇങ്ങനെ കളിച്ചു എവിടെ വെച്ചേട്ടത് ഷോറൂമിൽ
നമ്മൾ സ്റ്റോർ റൂമിൽ ഇരുന്നാലോ ആള്. പക്ഷെ സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, പെണ്ണുങ്ങളെ ഒരു ലോകമാണ് സ്റ്റോർ റൂം അടുക്കളൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മഴയാണ്. അപ്പോൾ എന്താ പറയുക, അവരെ മാളങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ട് എന്തായാലും അവർ വെള്ളം എന്താ പറയുക വെള്ളമില്ലാത്തൊരു ഏരിയയിലേക്ക് അവർ ചേക്കേറും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ജനലും വാതിലൊക്കെ തുറന്നിടുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ രാത്രികാലങ്ങളിൽ ഡോറടക്കുന്ന സമയത്ത് ഡോറിനുള്ള ഗ്യാപ്പ് ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അതായത് അത് ആ ഒരു ഗ്യാപ്പ് അത് അത്യാവശ്യം നല്ല ഗ്യാപ്പ് തന്നെയാണ്. അത്യാവശ്യം നല്ല, അതായത് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു വെള്ളിക്കെട്ടന് കയറി വന്നിരുന്നു. അതും ആ ഗ്രിൽസിൻ്റെ ചെറിയൊരു ഗ്യാപ്പിൽ കൂടെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ചെങ്ങായിക്ക് നേരെ ഉള്ളിലേക്ക് വരാം. അപ്പോൾ അങ്ങനത്തെ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അടയ്ക്കാൻ ശ്രമിക്കുക. എന്താ പറയുക, ആപത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് നമ്മൾ റെസ്ക്യൂക്ക് പോകുമല്ലോ നമ്മൾ. ആയിക്കോട്ടെ, ഓക്കെ. ഇപ്പം നമ്മൾ ടോർച്ച് വെറുതെ കത്തണുണ്ടോ ബാഗിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ആരാ അടിച്ചടിക്കണേ? അപ്പൊ നമ്മൾ റെസ്ക്യൂക്ക് പോവുകയാണ്. അസലൊരു വന്നിരിക്കണേ. പിന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മൂക്കം കടിച്ചാൽ പിന്നെ ഞാൻ എൻ്റെ അവസ്ഥ പറയാൻ ആവശ്യമില്ല. നല്ലടി വെട്ടുണ്ട് അല്ലേ? സ്റ്റീലിന്റെ കമ്പിയാണ്. ഇങ്ങനെ നടക്കുമെന്നറിയില്ല. എല്ലാരും നിൽക്കുമ്പോ ശ്രദ്ധിക്കട്ടോ. ഇപ്പൊ നമ്മളാള് ഇവിടെ ഇങ്ങനെ ഒളിച്ചൊളിച്ചൊളിച്ച് കളിക്കാണ്. ഈ മഴയത്താണ്ട ഒളിച്ച് കളി. കുടിച്ചോ പിന്നെ അത് ഞാൻ കണ്ടു. അപ്പൊ നമ്മളെ ചട്ടി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവര് ഈ ചട്ടിയിൽ കറിയൊന്നും വെക്കൂല കേട്ടോ. എടാ ഇവിടുന്ന് വിട്ട ആ ഒരു എൻഡ് വരെ എത്തുമല്ലോ. എടാ ഈ ഏരിയന്ന് മാറണ്ടാ. ഇതെന്താ സംഭവിച്ചാലേ ഇവിടുന്ന് കൊറേ ദൂരം ഉണ്ട് അങ്ങോട്ട് അല്ലേ? എടാ മുത്തവിടെ വന്നോളാ. എടാ ഉണ്ണിയെ ശ്രദ്ധിക്കണട്ടാ. ഏയ് അവിടെ ബാക്കിൽ നിന്ന് മാറാ. ഞാൻ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ മുട്ടം വിടും. ആ വരുന്നു. കണക്കിടാ. മൂലക്കലെത്തിങ്ങാലത്തെ താന്നൂരെത്തും. സംഭവിച്ചു ദിഗുടി വെറുതെ കാണാം. ഈ ആൾക്കാരുടെ പ്രത്യേകത ആവശ്യം കുറേ സാധനങ്ങൾ
വേറെ നോക്കിയാൽ സംഭവം വളമായിട്ട് തണുപ്പത്ത് കയറിയതാവും, പക്ഷെ കമ്പനിക്കാരും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്തേലും മറ്റുള്ള പേരെന്തേലും ലക്ഷ്മിയുടെ സ്വന്തം പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലേ സ്വന്തം സ്റ്റോറൂമിലിട്ടിട്ട് വളർത്തിയ പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ആളെ ചങ്ങന മൂലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ആ പാമ്പിന്റെ ആ പിടിക്കുമ്പോഴുള്ള ഇതാവൂല, പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞടിക്കും. കുറെ അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ചവിട്ടാൻ പോയിട്ടൊക്കെ. അപ്പൊ ആദ്യം തന്നെ ഒരു മൂലൊക്കെ കൊണ്ടാക്കലുണ്ട്. അപ്പൊ അതാണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് നമുക്ക് എന്താ പറയാ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഒന്നും പറയാനില്ല. ചെക്ക് ചെയ്തരാം. അപ്പൊ നമ്മള് എന്താ പറയാ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിപ്പോ നമ്മള് ഇവിടുത്തെ സ്റ്റോർ റൂമിലാണ് പിടിച്ചത്. അതായത് പാമ്പിന്റെ മുതലാളിയാണോ അത്? കൊച്ചു മുതലാളി ഇടുവായോ? നീ പെരേക്ക് വരില്ലെന്നാ പറഞ്ഞത്. അതായത് ഇനി അവനിങ്ങോട്ട് വരില്ല, അവനക്ക് വേറെ വീട് നോക്കണ്ടായിരുന്നു. അപ്പൊ അത് സംബന്ധിച്ച കുട്ടികളാണ് പേടിയുള്ളവരും പേടിയില്ലാത്തവരും ഉണ്ടാവും. അപ്പൊ നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും നമുക്ക് എങ്ങനെ സമാധാനിക്കാം, ആർക്കും ഒരു ആപത്തും പറ്റിയിട്ടില്ല. കാരണം ഒന്നാമത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നല്ല ഒരു വെയിലൊക്കെ ഉള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ പുറത്തേക്കൊക്കെ പോകും അല്ലേ. ഈ ഒരു മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടച്ചു നിർത്തി എന്താ പറയുക വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു ടൈമാണ്. പിന്നെ അതുമല്ല എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം നേരമാണ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണ കാര്യങ്ങളോ എല്ലാം വൈകുന്നേരത്തേക്കുള്ള ചായൻ്റെ കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് അടുക്കള സ്റ്റോറൂം ആ ഒരു ഇതിലിങ്ങനെ ആവും ആൾക്കാരെ ഒരു പെരുമാറ്റം ഉണ്ടാവുക. അപ്പൊ ആ ഒരു സ്ഥലത്താണ് ഈ ആള് വന്നിട്ടുള്ളത്. അപ്പൊ എന്താ പറയാ ആരോ ചെയ്ത പുണ്യം അല്ലേ. ഏതാ പാത്രം അപ്പൊ അവൻ വന്ന് ചെക്ക് ചെയ്തിക്കണ് ഇതെന്താണ് എലിയാണോ അതോ പൂച്ചയാണോ എന്നൊക്കെ അവൻ ചെക്ക് ചെയ്തിക്കണ്. ചെക്ക് ചെയ്തിട്ട് ആള് മാറിയപ്പോ പിന്നെ ആള് സ്ഥലം കാലിയാക്കിയിരിക്കുന്നു. പാമ്പ് അവിടെ തന്നെ കണ്ടാണ് സ്ഥലം കാലിയാക്കി. അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് ഇനിയും കൂടുതലൊന്നും പറയാനുള്ള ഇത്രേ ഉള്ളൂ. നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് മഴക്കാലമാണ്, അവരെ മാളങ്ങളിൽ വെള്ളം കയറി എന്തായാലും നല്ലൊരു ഏരിയക്ക് ആള് വലിഞ്ഞു കയറും. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ കണ്ടു, ഇനിയിപ്പോൾ ഒരു 2-3 ദിവസത്തേക്കൊക്കെ ആ ഒരു മൈൻഡ് ഉണ്ടാവും. പിന്നെ അത് നമ്മൾ വിടും. അപ്പോൾ അങ്ങനെ ഒന്നും വിടാതിരിക്കുക. വീടും പരിസരമൊക്കെ വെള്ളമായതുകൊണ്ട് എന്തായാലും ചളിവിളിയൊക്കെ ആവും. എന്തായാലും വീട് പരിസരമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. പിന്നെ അതായത് കിടക്കുന്ന സമയത്ത് ബെഡ്, അതായത് കട്ടിലിൻ്റെ അടി ഇവിടെ ഒക്കെ നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രം ആ ഒരു സുഖനിദ്രയിലേക്ക് പോവാം. ഇല്ലെങ്കിൽ ഒരു 1.5 സുഖനിദ്രയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ കൂടെ അവസാനിച്ചിരിക്കുകയാണ്. നല്ലൊരു പാമ്പിനെ എൻ്റെ നാട്ടിൽ തന്നെ തന്നതിന് നാട്ടുകാരോട് പിന്നെ എൻ്റെ സ്വന്തം പേരിൽ എൻ്റെ പാമ്പിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മളെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു മഴ ദിവസം തരുന്നല്ലേ. ഓക്കെ, കുറേ മൂട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അപ്പോൾ ഓക്കെ, താങ്ക് യു.